നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആരും ചിന്തിച്ചുകൊണ്ടിരിക്കാറില്ല. കാരണം പോയത് പോയി, ഒരിക്കലും നമ്മളിലേക്ക് തിരിച്ചു വരില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു പ്രണയം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രണയിനിയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പ്രണേതാവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഘോരഘോരം പ്രസംഗിച്ചും അതേപോലെ കൊണ്ടു നടന്നിട്ടും കാലങ്ങൾക്കിപ്പുറം 10, 40, 45 വയസ്സിൽ വീണ്ടും പുനർവിവാഹം കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടൊരു ജീവിതം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. ഒന്നുമില്ലെങ്കിലും ഞാൻ ഒറ്റപ്പെട്ട ഒരാളല്ലെങ്കിൽ പോലും മക്കൾ ദൂരെ പഠിക്കുന്നു, ഹസ്ബൻഡ് രാവിലെ പോണു, രാത്രി വരുന്നു, അപ്പോൾ ഈ വീട്ടിൽ വരുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക്. പണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ കൂട്ടുകുടുംബമായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ച് വളർന്നത് കൂട്ടുകുടുംബത്തിലാണ്. പഠിച്ചതും ഒക്കെ നമ്മൾ എന്താ പറയണ്ടേ, ഡിഗ്രി പഠിച്ചു. അപ്പം കോളേജിൽ പോയ കാലഘട്ടങ്ങൾ, അല്ലെങ്കിൽ ജോലിക്ക് പോയ കാലഘട്ടങ്ങളെല്ലാം വളരെ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിലൂടെയാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ വന്നത്. അപ്പോൾ പെട്ടെന്നൊരു ഒറ്റപ്പെട്ട ഒരവസ്ഥ വന്നപ്പോൾ എനിക്കും താങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ എഴുതാനൊക്കെ തുടങ്ങിയതും ആ ഒരു നോവൽ എഴുതി പൂർത്തീകരിച്ചതും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു രോഗിയോട് ഒരു ഡോക്ടർ പറയും പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് യാതൊരു ആപത്തും വരുത്തരുതേ ഭഗവാനെ, ദീർഘായുസ്സെന്ന് അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഉണരുക, ആ പ്രാർത്ഥനയോട് തന്നെ ഉറങ്ങുക, നല്ല മനസ്സോടെ ചിന്തിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ കുറേ നമ്മുടെ ടെൻഷൻ ഫ്രീ ആകും, നമ്മുടെ മൈൻഡ് ക്ലിയർ ആകും, അതിൻ്റേതായിട്ടുള്ള ചൈതന്യം നമ്മുടെ മുഖത്തുണ്ടാവും. അങ്ങനെ നമുക്കൊരു സമൂഹത്തിന് മുമ്പിൽ നമുക്ക് ചിരിച്ച് നല്ലതായിട്ട് തന്നെ നിൽക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എല്ലാവരും അതൊന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിലും ശരി, നമുക്കായിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം ഞാനിത് പറയാൻ വന്നത്, നാളെ ഒരു കാലത്ത് ഇനിയിപ്പം കുറച്ചങ്ങ് ഫേമസ് ആയെന്നിരിക്കട്ടെ, നമ്മളെന്നും പോസിറ്റീവായിട്ട് ചിന്തിക്കണമല്ലോ. ഇനിയിപ്പം ഞാൻ നല്ല രീതിയിൽ പിന്നെ വീഡിയോസൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ എഴുതിയ കഥ ചിലപ്പോൾ ഒരു വെബ് സീരീസ് ആയപ്പോൾ അന്നൊക്കെ ഞാൻ ഈ സമൂഹ മാധ്യമത്തിൽ വന്ന് എങ്ങാനും ഒന്ന് പ്രശസ്തിയായി പോയാൽ അന്ന് ചിലപ്പം പ്രശസ്തി എന്ന് പറയുമ്പോഴത്തേക്കും അപവാദവും എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു അർത്ഥം. പ്രശസ്തി വരുന്ന ഒരാളുടെ പിന്നാമ്പറം ചകയുന്നൊരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ എത്ര നല്ലതിനെ കണ്ടാലും നമ്മളെല്ലാവരും അതിനൊരു നെഗറ്റീവായിട്ട് പ്രതികരിച്ചു പോകുന്നത്. ഏതെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും നെഗറ്റീവ് കമൻറ്റ് പറയാനായിട്ട്, എത്ര നല്ലതാണെങ്കിലും. അപ്പോൾ അന്ന് ആ ഒരാൾ ഇത് തോണ്ടിയെടുത്ത് വന്നിട്ട് അവർ ആ വീഡിയോ ചെയ്തു, ഈ വീഡിയോ ഒന്ന് നോക്കൂ, ഇവരിതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ആ വീഡിയോയും ഈ വീഡിയോയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ, അങ്ങനെയൊന്നും പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തതാണ്. ഇനി ഇത് കേട്ട് കഴിഞ്ഞിട്ട് ആരും വന്നിട്ട് എന്നെ വിമർശിക്കാൻ നിൽക്കരുത് പ്ലീസ്.